Welcome back to the another beautiful video of Ignou Plus. In our today's video, we will be discussing about the major points to be learned from MSW 5. In the course MSW 5, we are having social work, practicum and supervision. So in our video, we will be with the reference of a previous 10 to 12 years question paper, we will be picking up the major topic to be learned. And I can assure you that if you are learning the topic whatever we are going to see in our today's video, you can easily score 70+% mark for your upcoming exam. So without skipping the video, watch full video and all the major topics are given over there in the video. Please note down that one, and first of all give a priority to majority questions are coming from which chapter. According to that you may give the priority and prepare for the exam. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ്. ഒരു ലാസ്റ്റ് 12 വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതിനകത്ത് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ടു സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾ ടിക്ക് ചെയ്യുക, മാർക്ക് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. ചില ചാപ്റ്ററുകളിൽ കുറേ ഏറെ ക്വസ്റ്റ്യൻസ് ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുവാനും, അങ്ങനെ ഒരു മാസം കൂടിയുള്ള എക്സാമിന് ഓൾറെഡി എക്സാം ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നടത്തുക. MSW 5 എന്ന് പറയുന്ന സബ്ജക്റ്റ് ആദ്യമേ തന്നെ സെക്കൻഡ് വീക്ക് ഓഫ് ഡിസംബറിൽ തന്നെ നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ആ പ്രാധാന്യം കൊടുത്ത് പഠിക്കുവാനായി ശ്രമിക്കുക. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം ആൻഡ് ഓവർവ്യൂ എന്നുള്ളതാണ്. ഇതിൻ്റെ കീഴിൽ നമുക്ക് 4 ചാപ്റ്ററുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിക്ക് ആദ്യം വിശദമായിട്ട് നോക്കാം. ചാപ്റ്റർ 1 സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം, കൺസെപ്റ്റ്, മീനിങ്, നേച്ചർ, ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് എന്നുള്ളതാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ടു സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് കുറേ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മോഡൽസ് ഓഫ് സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു 3-4 വർഷത്തേക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ദാറ്റ് ടോപ്പിക്, മോഡൽസ് ഓഫ് സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം. ഓൾമോസ്റ്റ് 3 to 4 years this question came. Then another main topic we can say that the central themes in social work, practicum എന്നുള്ളതാണ്. അത് ഒരു 10 വർഷത്തേക്കെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ കണ്ടിന്യൂസ്ലി ദിസ് ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് എവറി ഇയർ വി ക്യാൻ സേ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്റ്റഡിങ് ഓൾ ദ സബ് ടോപ്പിക് കമ്മിങ് അണ്ടർ ദാറ്റ് വൺ. പ്രിപ്പയറിംഗ് ഫോർ സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം, സേഫ്റ്റി ഇഷ്യൂസ് ഇൻ ദ ഫീൽഡ്, സൂപ്പർവിഷൻ, ഓർഗനൈസേഷൻ ഓഫ് ദി ഏജൻസി. സോ ഓൾ ദോസ് ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. വേറൊരു മേജർ ടോപ്പിക്ക് സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം, അപ്രോച്ചസ്. ദിസ് ടോപ്പിക് ഹാസ് അപ്പിയർഡ് ഓൾമോസ്റ്റ് ഫോർ 4 to 5 years. So make sure that when you are preparing, you are giving importance for this topic also. ഈ സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം, അപ്രോച്ചസിൻ്റെ അകത്ത് കുറേ അപ്രോച്ചുകളെ പറ്റിയാണ് പറയുന്നത്. ഫാമിലി തെറാപ്പി ഉണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്, ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്, എർബൻ ഏരിയാസിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ മഹിളാ മണ്ഡലസിനെ പറ്റി പറയുന്നുണ്ട്. സോ ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് ബാക്കി എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ തന്നെ ഈ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുവാനായി ശ്രദ്ധിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം, ഡെവലപ്മെൻറ്റ് ഓഫ് ഫീൽഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും 4 മേജർ ടോപ്പിക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ദ US എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ടോപ്പിക്ക് ഒരു 3 വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വാസ് ദ പേർപ്പസ് ഓഫ് നാഷണൽ കോൺഫറൻസ് ഓൺ ചാരിറ്റീസ് എന്നുള്ളതാണ്. ദിസ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് കെയിം ഫോർ 3 to 4 years. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ് ജസ്റ്റ് ഗീവ് ഫോക്കസ് അപ്പോൺ ദാറ്റ്. ഈ ചാപ്റ്ററിൽ ഇത്ര പ്രാധാന്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വട്ടം ഒന്ന് വായിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഗ്ലോബൽ ആൻഡ് നാഷണൽ സെനാരിയോ എന്നുള്ളതാണ്. ഇൻ ദിസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ടു സ്റ്റഡി ഓൾറെഡി ഡിസ്പ്ലേഡ് ഓവർ ഹിയർ. സോ ഫ്രം ദിസ് വൺ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ global standards for field education and training. This question almost appeared for 6 to 7 years. So some of the points also are provided over there. So make sure that when you are learning this topic, you are giving importance for the first topic, global standards for field education and training. അതിന് പ്രാധാന്യം കൊടുക്കുക. അടുത്തായിട്ട് ഫീൽഡ് എഡ്യൂക്കേഷൻ ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി, ഇതൊരു 3 വർഷത്തേക്ക് ചോദിച്ചിട്ടുണ്ട്. സോ അതും ഒന്ന്. പിന്നെ ഡിഫൈനിങ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ came almost 3 years time. So make sure that you are giving importance. Another major topic of this chapter is problems faced by students social workers in India. So ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫെയിൽ ടു ഗെറ്റ് എഞ്ചിനീയറിംഗ്, ലോ പേ സ്കെയിൽ ഇസ് ദെയർ, ദെൻ ഹരാസ്ഡ് ബൈ ദ പ്രൊഫസേഴ്സ്, അങ്ങനെ കുറേ സിമ്പിൾ ടോപ്പിക്കുകളാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ലോ പേ സ്കെയിലുണ്ട്, നമ്മുടെ ജോലിക്കുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഇത് നമുക്ക് ഒറ്റ വായനയ്ക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൊടുക്കുവാനായി ശ്രദ്ധിക്കുക. Now let's move to our fourth chapter, that is social work practicum in open and distance learning. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ടു സ്റ്റഡി എന്ന് പറയുന്ന പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ when you are studying you may give importance for all these important topics to learn. Among all these points, field practicum in conventional and distance education system എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 3-4 വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബാക്കിയെല്ലാം 1-2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് 3-4 വർഷം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിക്കപ്പ് ചെയ്ത് പറയുന്നത്. സോ when you are learning it, you may make sure that you are giving importance and you are studying this topic. Another one is orientation visit, structure of field practicum in BSW course. There's a topic. So make sure that you are studying. Almost 9 points are provided over there. Make sure that you are studying plus recording. Okay, all this topic you have to study well when you are going for. Then agency client relation, there is a topic. So that also you have to give importance. ഇത്രയും ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ബാക്കി ടോപ്പിക്കുകളെല്ലാം പഠിക്കണം. ഇതിനകത്ത് എവിടുന്ന് വേണമെങ്കിലും റിപ്പീറ്റഡായിട്ട് ചോദിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ബ്ലോക്കിലെ 4 ചാപ്റ്ററുകൾ ഇവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ചാപ്റ്ററുകളാണ് വരുന്നത്. സോ ഈ 4 ചാപ്റ്ററുകളിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫിഫ്ത്ത് ചാപ്റ്റർ ഈസ് ഓറിയൻറ്റേഷൻ ഫോർ സോഷ്യൽ വർക്കർ പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാൻ സാധിക്കും. ഓൺലി 3 മേജർ ടോപ്പിക്സ് ആർ പ്രൊവൈഡ് ഓവർ ഹിയർ. എമംഗ് ദിസ് 3, ഓറിയൻറ്റേഷൻ ടു ദ പ്രാക്ടിക്കം, സെക്കൻഡ് ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദിസ് ടോപ്പിക് came almost 3 years time. So make sure that when you are preparing, you are giving importance for the second topic. But other than that one, you have to prepare for 3 topics altogether from 5th chapter. Our 6th chapter is roles and expectations in social work practical എന്നുള്ളതാണ്. In this one almost 5 major topics are provided and almost all these topics came 1 or 2 years continuously. Several years none of the topics came, but 1 or 2 or 3 years maximum these questions came. So make sure that you are giving importance for all the topics given over here. Just to read it and understand it. Suppose if the question is coming, we should be able to give the answer for it. Now let us move to our 7th chapter, roles and expectations of social worker training institute. In this topic we are having almost 6 major topics which came continuously in different years, but here too no very important topics are provided. എല്ലാ ടോപ്പിക്കുകളും 1-2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, not more than 2 or 3 years time. So make sure that when you are studying the 7th chapter also, just read it all these topics and make a short note at least with 10 points. ഒരു 10 പോയിന്റ് മെയിൻ പോയിന്റുകളെങ്കിലും കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കുക. ഇത്രയും ടോപ്പിക്കുകൾ ഈ 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളൂ. ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് കുറേ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. 3-4 ക്വസ്റ്റ്യൻസ് ഇയേഴ്സ് ചോദിച്ചതേ ഉള്ളൂ. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമുക്ക് 8ാമത്തെ ചാപ്റ്റർ നോക്കാം. പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കിൽസ് ഫോർ സോഷ്യൽ വർക്ക് ആൻഡ് ഏജൻസി പ്രാക്ടീസ്.
വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണിത്. കാരണം ഒരുപാട് വർഷങ്ങളിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിങ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഫോർ അവർ 8th ചാപ്റ്റർ. പ്രിൻസിപ്പിൾസ് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് 2-3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ദാറ്റ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ക്ലയൻറ്റ്സ് ആൻഡ് ക്ലയൻറ്റ് ഗ്രൂപ്പ്സ്. ഓൾ സബ് ടോപ്പിക്സ് ആർ പ്രൊവൈഡ് ഓവർ അണ്ടർ ദാറ്റ് വൺ. ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ കെയിം ഫോർ 3 to 4 years. Communication skills for social workers. This question came for several years. Basic communication and helping skills. This question also came for several years. Verbal communication skills. This question came for 3 to 4 years. Non-verbal communication skills. So verbal and non-verbal communication skills, these two questions came separately. It came for almost 5 years. Okay, non-verbal communication skills, maybe it can be a 4-mark question. Then active listening, this topic also came for several years. Guidelines for agency practice, in number of time, almost 8 to 9 years this question came. So make sure that you are studying this one. In this one, report writing separately, that question came 1 year. Then letter writing, talking on the telephone, topics are very simple in this one. Then process recording, that topic alone came some years. Then managing time at work, that topic also alone came some years. So make sure that you are giving that കെയർ ആൻഡ് ഇമ്പോർട്ടൻസ് ടു ഗൈഡ്ലൈൻസ് ഫോർ ദ ഏജൻസി പ്രാക്ടീസ്. ഈ ഒരു ഗൈഡ്ലൈൻസ് ഫോർ ഏജൻസി പ്രാക്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടോപ്പിക്കിൻ്റെ താഴെ വരുന്ന സബ് ടോപ്പിക്കുകൾ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയും ചോദ്യമായിട്ട് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കിന് വളരെ പ്രാധാന്യം കൊടുക്കുക. Now let us move to our third block, that is field work supervision. ഈ ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് നമുക്ക് 4 ചാപ്റ്ററുകളാണ് പിന്നെയും ഉള്ളത്. ഈ 4 ചാപ്റ്ററും ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ മോഡൽസ് ആൻഡ് മോഡൽസ് ഓഫ് സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് 3 മേജർ ടോപ്പിക്കുകൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ 3 എണ്ണത്തിൽ നമുക്ക് 2ാമത്തെ ടോപ്പിക്, അതായത് ഡെവലപ്മെൻറ്റ് ആൻഡ് ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 4 സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 സ്റ്റേജ് നന്നായിട്ട് പഠിക്കുവാനായി ശ്രമിക്കുക. ദിസ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് കെയിം ഫോർ 5 years ടൈം. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ്. Another major topic is models of supervision എന്നുള്ളതാണ്. This topic also came for 4 to 5 years time. So when you are studying this 9th chapter, make sure that you are giving importance for these 2 topics mainly, and other topics also you have to cover. അടുത്തതായിട്ട് നമ്മുടെ 10th യൂണിറ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റ് ഇൻ സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 6 മേജർ ടോപ്പിക്കുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലെ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ സൂപ്പർവൈസർ റിലേഷൻഷിപ്പ് സ്റ്റൈൽ ഓഫ് സൂപ്പർവിഷൻ. ദിസ് ടോപ്പിക് ഓൾമോസ്റ്റ് കെയിം ഫോർ 5 years ടൈം. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ ദ ഫസ്റ്റ് ടോപ്പിക്. എഗെയിൻ ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്റ്റ് ഇൻ സൂപ്പർവിഷൻ എന്നുള്ള ടോപ്പിക്ക് 3ാമത്തെ ടോപ്പിക്കാണ്. ദിസ് ടോപ്പിക് ഓൾസോ കെയിം സെവറൽ ഇയേഴ്സ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിംഗ് importance for first and third topic mainly, and balance all the topic you have to learn, because these questions came 1 or 2 years time in the previous past. So when you are learning, give importance for all the topic, whereas first and third topic you may give a little more important, so that there is a possibility for again coming. That's why, so prepare on the basis of this. Now let us move to our 11th unit, that is supportive functions in supervision. In this chapter, first topic, that is common stressors leading to burnout and compassion fatigue. This topic almost asked for 4 to 5 years time. So when you are learning, you may give importance for this topic. Balance all the topic whatever given came for 1 or 2 or 3 years maximum time. So make sure that you are reading all the topic and understanding, whereas giving importance for our first topic. Now let's move to our 12th chapter, that is field practicum supervision in distance learning mode. As the screen is showing, you can see so many important topics are there in this chapter, which means these topics are already coming several years. So give importance for this chapter also. In this first topic is supervision in the ODL mode by faculty and or professional social worker at the placement. This topic came for several years continuously, almost we can say that 7 or 8 years. So when you are learning or studying this chapter, give that importance to this topic. Plus strategies of supervision, there is a topic like that. Ee topic inu pradhanam kodukkuvanai shraddhikkuka. Again, functions of the
supervisor, educational, administrative, helping. So this topic also ഇത് സിംഗിൾ ആയിട്ടും മൊത്തം എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് ദിസ് വൺ. എഗെയിൻ റോൾസ് ഓഫ് ദ സൂപ്പർവൈസർ, ദർ ഇസ് എ ടോപ്പിക് ഓൺ ദ ബേസ് ഓഫ് ദിസ്. ഇൻ ദാറ്റ് വൺ ക്വാളിറ്റീസ് ഓഫ് ദ സൂപ്പർവൈസർ, ഈ രണ്ട് ടോപ്പിക്കുകൾ റോൾസ് ഓഫ് ദ സൂപ്പർവൈസർ ആസ് വെൽ ആസ് ക്വാളിറ്റീസ് ഓഫ് ദ സൂപ്പർവൈസർ, ദീസ് ടു ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റഡ്ലി കമ്മിങ്. ഒരുപാട് വർഷങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ടോപ്പിക്കുകളും നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുവാനായി ശ്രദ്ധിക്കുക. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ വേരിയസ് സെറ്റിങ്സ് എന്നുള്ളതാണ്. ഇതിൻ്റെ താഴെ നമുക്ക് 4 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദ MSW 5. So under this one we are having 4 chapters. So now let us see the major topics in these 4 chapters. Our 13th unit is individual, family and community എന്നുള്ളതാണ്. In this one major topics are only 4, but make sure that all the 4 topics are very important from this chapter. All of them. Field work practice with the individuals, this topic came several years, plus the objectives of field work, that topic also. Then field work practice with the families, that question came again for 3 to 4 years time. Field work practice with the communities, the question came almost 5 to 6 years time. So almost only 4 topics are provided, but all the 4 are very important. So make sure that you are giving importance for our 30th chapter. Now let us move to our 14th unit, that is medical, psychiatry and child care. So in this chapter some of the topics are there which came repeatedly, very few are there. Areas for practicing healthcare, social work, this topic almost asked for 3 to 4 years time. So നിങ്ങൾ പഠിക്കുമ്പോൾ പ്രാധാന്യം കൊടുത്തതിന് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്, ദിസ് ടോപ്പിക് ഒരു 2-3 വർഷം ചോദിച്ചിട്ടുണ്ട്, അതിനും ഒരുവിധം ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് കെയർ സെറ്റിംഗ്, ദിസ് ക്വസ്റ്റ്യൻ ഗെയിം ഓൾമോസ്റ്റ് 4 to 5 years time. So make sure that you are giving importance for these 3 topics mainly, and balance all came 1 year or 2 years time. So there is a possibility for again coming. So when you are studying, at least read it and understand the content of it. Suppose if the question is coming, you should be able to give the answer. Now let's move to our 15th chapter, that is education and research. In this also you can see several topics are there, but these topics came 1 year or 2 years time, not more than that one. But whereas കുറച്ച് ടോപ്പിക്കുകളുടെ വളരെ പ്രധാനപ്പെട്ടത് റോൾ ഓഫ് ദ അംഗൻവാടി വർക്കർ ഇൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ദിസ് ടോപ്പിക് കെയിം ഓൾമോസ്റ്റ് ഫോർ 3 years. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂത്ത്, ദിസ് ക്വസ്റ്റ്യൻ സെവറൽ ഇയേഴ്സ് കെയിം. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കുക. ആട്രിബ്യൂട്ട് റിക്വയർഡ് ബൈ എ യൂത്ത് വർക്കർ, ദിസ് ടോപ്പിക് ആസ്ഡ് ഫോർ 3 to 4 years time. Again definition of social worker research, this topic also came 4 to 5 years time. So when you are learning, give importance for this topic because it came different years continuously, whereas you have to cover all the topics also. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്യണം. ഒപ്പം ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കും, കാരണം അത് 2-3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ബാക്കി ടോപ്പിക്കുകളെല്ലാം നമുക്ക് 1-2 വർഷങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇനി ചോദിക്കാൻ സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും പഠിക്കുക, അതിനൊപ്പം ഈ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. Now let's move to our 16th unit, that is correctional service. As the important topics to study shows over here, few topics are there which is important in this chapter. Among those, history of prison in India, that topic is very important one, so give importance to that one. Then juvenile in conflict with the law, that topic also is important. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 2 ടോപ്പിക്കുകൾക്കും പ്രാധാന്യം കൊടുക്കുക, ഒപ്പം ബാക്കി ടോപ്പിക്കുകളും കൂടെ പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. Now let us move to our last chapter, that is unit 17, corporate sector, donor agencies and NGOs. Make sure that you are first of all learning what is a cooperative sector, what are the donor agencies and what are their functions, then what is an NGO. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ അത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ, സോ ദാറ്റ് ടോപ്പിക് യു ഷുഡ് ബി നോയിങ് വെരി വെൽ. Again field work in donor agencies, ഞാൻ ഓൾറെഡി പറഞ്ഞു what is donor agency and what are their functions, you should know very well because that is the topic of the chapter. ഈ 2 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും 2-3 വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം 1-2 വർഷങ്ങളിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ഇത്രയും ടോപ്പിക്കുകൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. So these are the major topics which we have to prepare while we are making ourselves ready for our upcoming Ignou exam. MSW 5 social work practicum and supervision.
ആ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഒരുപാട് പേര് എടുക്കുന്ന ഓപ്ഷനല്ല, പക്ഷേ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവുമാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്കും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ 10-12 വർഷത്തെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൊത്തം അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഷോർട്ട് നോട്ട്സാണ്. ഇതിനകത്തൊന്നും ഞാൻ സ്വന്തമായിട്ട് ആക്കിയതില്ല. എല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഒരു വട്ടമെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് എക്സാമിന് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരിയേറെ ഓപ്ഷൻസ് നമുക്കുണ്ട്. സോ നമുക്ക് ഒരുപാട് ചാൻസുകളുണ്ട്. നമ്മൾ മൊത്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മൊത്തമായിട്ട് തന്നെ എഴുതിയെടുക്കാൻ പഠിക്കുക. എല്ലാ ടോപ്പിക്കുകളും തന്നെ നമുക്ക് അറിയുന്നതായിരിക്കും. ഇഫ് യു സ്റ്റഡി ആൻഡ് പ്രിപ്പയർ ഓൺലി യു ക്യാൻ ഗിവ് ദ exam well. So make sure that you are going on all through these topics one after another and prepare yourself well. Once you get the question paper, first of all read all the question paper, then pick up the important topics from that one, whatever you know very well, എന്നിട്ട് അതിനനുസരിച്ച് ആൻസറുകൾ കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വരുന്ന എക്സാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിപ്പയർ വെൽ, സ്റ്റഡി വെൽ, ആൻഡ് ബി സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ വിത്ത് റിവിഷൻ. താങ്ക് യു.